ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് LDC 2024 വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വിക്ക് റിവിഷൻ ആണ് നമ്മൾ ഈ ഒരു റാപ്പിഡ് റിവിഷൻ പ്ലാനിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾക്കറിയാം 2021 മുതൽ 2024 വരെ ചോദിച്ച ചോദ്യപേപ്പറുകളിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് നമ്മുടെ 75 ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഏകദേശം 21 നമ്മൾ പറഞ്ഞത്. 2021 ടു 24 വരെയും 21ഓളം ചോദ്യപേപ്പറുകളുണ്ട്. ആ ചോദ്യപേപ്പറുകളും അതേപോലെ തന്നെ ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടന്ന UPSC, LPST, അതേപോലെ തന്നെ ആംബുലൻസ് ഡ്രൈവർ, ഫാം വർക്കർ, അതേപോലെ നമ്മുടെ LDC ട്രിവാൻഡ്രം, ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സെക്ഷൻ കൂടി ആയിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഈ പറയുന്ന റാപ്പിഡ് റിവിഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മളൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണോ പഠിക്കേണ്ട കാര്യങ്ങൾ അത് മാത്രം പഠിച്ച് റിവിഷൻ ചെയ്യുകയാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ കുറേ കാര്യങ്ങൾ ഇരുന്ന് പഠിച്ച് അതൊന്നും റിവിഷൻ ഇല്ലാതെ പോയി എക്സാം ഹാളിൽ ഇരുന്ന് കൺഫ്യൂഷൻ ആകുന്നതിനേക്കാൾ നല്ലത് നമ്മൾ എന്താണോ പഠിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് ആ കാര്യങ്ങൾ പക്ക റിവിഷൻ ചെയ്ത് സെറ്റ് ചെയ്തതിന് ശേഷം ഓപ്ഷൻ ഇല്ലാതെ തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ആ ഒരു ലെവലിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, മാറാനായിട്ട് ശ്രമിക്കുക. അതാണ് ഈ ഒരു റാപ്പിഡ് റിവിഷനിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. കാരണം നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിലവിൽ കുറേ കാര്യങ്ങൾ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ അകത്ത് ഏകദേശം ഒരു 10, 15, 20 ചോദ്യങ്ങൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത കുറേ ചോദ്യങ്ങൾ ഉണ്ടാവും. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ റാപ്പിഡ് റിവിഷനിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, സോർട്ട് ചെയ്ത് കളയുന്നത്. ഓക്കെ, അതായത് നമുക്ക് വേണ്ട ചോദ്യങ്ങൾ എന്താണോ അത് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ആ ഓപ്ഷനിൽ നിന്നും തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ആ ഒരു സെറ്റപ്പാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റാപ്പിഡ് റിവിഷനിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കോർ സബ്ജക്റ്റ് ഇന്ന് PSC എക്സാമുകൾ ട്രിവാൻഡ്രം നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും. കാരണം കോർ സബ്ജക്റ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിൽ നിന്നും ക്വസ്റ്റ്യനുകൾ അറ്റൻഡ് ചെയ്ത് നേരെ GK വന്നൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ആ ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു 65 മാർക്കിന് മുകളിലേക്ക് എത്താനായിട്ട് പറ്റും. നമ്മുടെ തന്നെ 75 ഹോട്ട് ടോപ്പിക്സ് പക്ക തീർത്ത് കംപ്ലീറ്റ് ചെയ്ത ഒരു ഉദ്യോഗാർത്ഥിയും അതേപോലെ തന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് സെക്ഷൻ ഏകദേശം 30ഓളം ക്ലാസ്സുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സും മൊത്തമായിട്ട് കണ്ട് അത് റിവിഷൻ ചെയ്തൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ പറയുന്ന 65 മാർക്കിലേക്ക് വരാനായിട്ട് പറ്റും. ഞാൻ പലപ്പോഴും നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ പോൾ ഇടാറുണ്ട് എല്ലാ ദിവസങ്ങളിലും 9 മണിക്ക്. അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുമ്പോൾ പോലും അതിൻ്റെ അകത്ത് പോൾ ചെയ്യുന്നത് നമ്മൾ കണ്ടു കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് സങ്കടം വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഏകദേശം വൈകുന്നേരം നിങ്ങൾക്ക് തന്ന 1 മണിക്കൂറിന്റെ ക്ലാസ് ആണ് നിങ്ങൾക്ക് തരുന്നുള്ളൂ. ആ ക്ലാസ് നിങ്ങൾ കണ്ടതിന് ശേഷം അതിൻ്റെ ഓപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ആ ഉത്തരത്തിലേക്ക് അന്ന് തന്നെ എന്താണ് നിങ്ങൾ ക്വസ്റ്റ്യൻ്റെ ഓരോന്ന് പോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അതിൻ്റെ അകത്തും 50% അല്ലെങ്കിൽ 48%, 46% ആളുകൾ മാത്രമാണ് ആ ക്വസ്റ്റ്യൻ പോൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നത്, ഉത്തരത്തിലേക്ക് എത്തുന്നുള്ളൂ. അതായത് അന്നത്തെ ദിവസം പഠിപ്പിച്ച ക്ലാസ് പോലും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അത് എത്രത്തോളം നിങ്ങൾ സീരിയസ്നെസ്സോടുകൂടി ഇരിക്കണമെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ ഉദ്യോഗാർത്ഥികൾ പുതിയതായിട്ട് വന്ന ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോൾ അവരെല്ലാവരും ചോദിച്ചു, സാറേ ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾക്ക് പഠിക്കാനായിട്ട് ഒരവസരം കൂടി തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന റാപ്പിഡ് റിവിഷൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓരോ ദിവസവും നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്സ് ഉണ്ടാവും. അപ്പോൾ ഓരോ വീഡിയോസാണ് നിങ്ങൾക്കിപ്പോൾ അറിയാം. LDC ഹോട്ട് ടോപ്പിക്സിന്റെ എല്ലാ PDF-ഉം അതായത് നിങ്ങൾ എല്ലാവരും പറഞ്ഞു, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ഡോക്യുമെന്റ് ഫയൽ ആയതുകൊണ്ട് ആർക്കും ഓപ്പൺ ആകുന്നില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ദിവസങ്ങളിൽ ചെയ്തേക്കുന്ന ക്ലാസ്സിന്റെ എല്ലാം PDF ആയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലായിട്ടുള്ള വൺ ക്ലിക്ക് PSC എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ അവിടെ അവൈലബിൾ ആണ്. നിങ്ങളൊന്ന് ജസ്റ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുക, അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം അടുത്ത ദിവസം മുതൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ റാപ്പിഡ് റിവിഷന്റെ അകത്ത് നിങ്ങൾക്ക് ഓരോ ദിവസവും ഹോട്ട് ടോപ്പിക്സിന്റെ ഏതൊക്കെ കാര്യങ്ങളാണോ പഠിക്കേണ്ടതെന്നുള്ളതും അതേപോലെ തന്നെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിൽ നിന്നും ഏത് ടോപ്പിക്സ് ആണ് നിങ്ങൾ പഠിക്കേണ്ടതെന്നതിനെ കുറിച്ചുമുള്ള വ്യക്തമായിട്ട് ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരും. അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ഒരു ക്വിക്ക് റിവിഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ആത്മാർത്ഥതയോടുകൂടി LDC 2024 എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു സ്വപ്നമാണ്, അത് നേടിയെടുക്കണം എന്ന് അതിതീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൂടി ഇതിൻ്റെ കൂടെ തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഇട്ടേക്കാം, കമ്മ്യൂണിറ്റിയിലും കിടക്കുന്നുണ്ട് ലിങ്ക്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ടെലഗ്രാമിൽ നേരെ വൺ ക്ലിപ്പ് PSC എന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താൽ മതി, ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ
അകത്ത് ജോയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച പോലെ LDC 2024 75 ഹോട്ട് ടോപ്പിക്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ ദിവസവും ഇത്ര കംപ്ലീറ്റ് ചെയ്ത് അത് പോകുന്നു. നിലവിലിപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് തന്നതാണ്. ആ ക്ലാസ്സിൻ്റെ എല്ലാ ദിവസവും ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് എന്താണ് ക്വസ്റ്റ്യൻ ബോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒരു ഓൾറെഡി റിവിഷൻ ചെയ്ത് പോയതാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും റിവിഷൻ നമ്മൾ കഴിഞ്ഞു. ഇനിയുള്ള ദിവസങ്ങളിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണോ നമുക്ക് നിലവിൽ നിങ്ങളുടെ അടുത്ത് ഇനിയും പഠിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ടോപ്പിക്സുകളും അതേപോലെ കേരള റെനൈസൻസ് അങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്സുകളൊക്കെ ഉണ്ട്. അത് ഇതിൻ്റെ കൂടെ തന്നെ ക്ലബ് ചെയ്ത് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാത്തിൻ്റെയും നമ്മൾ എന്തൊക്കെയാണോ മക്കളെ നമ്മൾ പഠിക്കുന്നത് അതെല്ലാം എന്ത് ചെയ്യണം, പക്ക റിവിഷൻ ചെയ്യുക. അതേപോലെ തന്നെ എല്ലാത്തിൻ്റെ നോട്ട്സ് നമ്മുടെ കയ്യിലുണ്ടാകുക. അങ്ങനെ പഠിച്ചെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഓർത്തെടുക്കാനും അതേപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അത് നമുക്ക് റിവിഷൻ ചെയ്യാനും പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഓരോ വീഡിയോസും ആ വീഡിയോസിൻ്റെ എല്ലാം കറക്റ്റായിട്ടുള്ള എന്ത് ചെയ്യുന്നത് നോട്ട്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നത്. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ക്ലാസ് കാണുക, നോട്ട്സ് കറക്റ്റായിട്ട് വായിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങളത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങളിന്ന് രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കണ്ട ക്ലാസ് ആണ്, ആ ക്ലാസ് വൈകുന്നേരം ക്വസ്റ്റ്യൻ പോൾ ചെയ്യുമ്പോൾ 100ൽ 100% പോൾ ചെയ്യുന്ന ആളുകളും എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് തന്നെ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് ഇന്ന് കണ്ട ക്ലാസ് ഇന്ന് വൈകുന്നേരം റിവിഷന് നിങ്ങൾക്കത് ഫുൾ മാർക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച അല്ലെങ്കിൽ എപ്പോഴെങ്കിലും യൂട്യൂബിൽ കണ്ട ഒരു ക്ലാസ് നിങ്ങളത് റിവിഷൻ പോലും ഇല്ലാതെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എക്സാം ഹാളിൽ ഹൈ പ്രഷറിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾ അത് എങ്ങനെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ശരിയല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് 3 മണിക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് 4 മണിക്കോ അല്ലെങ്കിൽ രാവിലെ 10 മണിക്കോ തരുന്ന ഒരു ക്ലാസ് നിങ്ങൾ കണ്ടതിന് ശേഷം കൃത്യം 9 മണിക്ക് നമ്മൾ ക്വസ്റ്റ്യൻ ബോൾ ഇട്ട് കഴിയുമ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് 100% ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല അല്ലെങ്കിൽ കോൺഫിഡന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എത്രത്തോളം സീരിയസ്നെസ്സോടുകൂടി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം സീരിയസ്നെസ്സോടുകൂടി ആ ക്ലാസ് കണ്ടിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ എപ്പോഴെങ്കിലും കണ്ട ഒരു ക്ലാസ് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കേട്ട ഒരു ക്ലാസ് നിങ്ങൾ എന്താണ് 10ഉം 15ഉം 20ഉം ദിവസങ്ങൾക്ക് ശേഷം അതിൻ്റെ നോട്ട് പോലും ഇല്ലാതെ നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കറക്റ്റായിട്ട് ആ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും? 100% അത് കൺഫ്യൂഷനിലേക്ക് തന്നെ പോയി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഉത്തരം തെറ്റിക്കുകയായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിലും പഠിച്ചോ. കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ 75 ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഏത് ചാനലിൽ നിന്ന് ഏത് സാറിൻ്റെ ക്ലാസ് എല്ലാവരും അവർക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ 100% ഗ്യാരണ്ടിയോടുകൂടി തന്നെയാണ് ഓരോ ക്ലാസ്സുകളും ഓരോരുത്തരും ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, എവിടെ നിന്നാണെങ്കിലും നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചെടുക്കുക. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം, നല്ലൊരു റാങ്കിൽ വരണം, അതേപോലെ തന്നെ നല്ലൊരു ലിസ്റ്റിലേക്ക് വന്ന് നമുക്ക് ജോലി കിട്ടണം. ലിസ്റ്റിൽ വരാൻ വേണ്ടി ഒരിക്കലും നിങ്ങൾ പഠിക്കണ്ട, ആദ്യത്തെ 100 റാങ്കിലേക്ക് വരാനായിട്ട് വേണ്ടി നിങ്ങൾ പഠിക്കുക. കാരണം ലിസ്റ്റിൽ വന്ന് ആൾക്കാരെ കൊണ്ട് എല്ലാവരെ കൊണ്ടും പറയിപ്പിച്ച് നമുക്ക് എന്താണ് ജോലി കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയുമായി മുന്നോട്ട് പോകുന്നതിനേക്കാൾ നല്ലത് ആദ്യത്തെ 100 റാങ്കിലെങ്കിലും വന്നതിന് ശേഷം എന്ത് ചെയ്യുക, പഠിച്ച് സെറ്റായി അതായത് ജോലി കിട്ടും എന്നുള്ളത് മറ്റുള്ളവരുടെ അടുത്ത് പറയാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കോർ സബ്ജക്റ്റിൽ നിന്നുള്ള ഇംഗ്ലീഷ്, മാത്സ്, മലയാളം അത് നമുക്ക് മാക്സിമം എന്ത് ചെയ്യാം, ഈ ഒരു ടൈമിൽ സെറ്റ് ചെയ്ത് പോവാം. മാത്സിന് എനിക്ക് നിലവിൽ ചെയ്യാനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, മാത്സ് നമുക്ക് ചെയ്ത് കാണിക്കാനായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു പ്ലാറ്റ്ഫോം നമുക്കില്ല. അതാണ് മെയിൻ ആയിട്ടുള്ളൊരു സംഭവം. കാരണം ഞാൻ മാത്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ബോർഡ് ഉൾപ്പെടെ ചെയ്തെങ്കിൽ മാത്രമാണ് പറ്റത്തുള്ളൂ. പക്ഷെ മാത്സ് എന്താണ് പഠിക്കാനായിട്ട് ഇഷ്ടംപോലെ ക്ലാസ്സുകൾ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. എല്ലാത്തിൻ്റെയും ക്ലാസ് ഉണ്ട്. എല്ലാം ഒരു ഓർഡർ ആയിട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ വളരെ ഗംഭീരമായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം സോർട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് ഓരോ പോയിന്റ്സും കംപ്ലീറ്റ് ചെയ്ത് എന്ത് ചെയ്യുക, അത് റിവിഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മാത്സിനൊക്കെ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, മാത്സിന് വേണ്ടിയിട്ട് നിങ്ങൾ യൂസ്ഫുൾ ആക്കുക. അതേപോലെ എനിക്ക് പറ്റാവുന്ന ലെവലിലുള്ള ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനും ഞാൻ മാത്സ് വർക്കൗട്ട് ചെയ്ത് നമ്മുടെ ടെലഗ്രാം ചാനലിൽ തന്നെ ഇട്ടേക്കാം. ഓക്കെ, ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഒരു 500 ക്വസ്റ്റ്യൻസ് ആണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് നിലവിൽ ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള, അതായത് ട്രിവാൻഡ്രം LDC കഴിഞ്ഞു, അതേപോലെ തന്നെ ഈ പറയുന്ന ആംബുലൻസ് ഡ്രൈവർ, LPST, UPST, ഫാം വർക്കർ, അതേപോലെ എന്താണ് ഇത്രയും കാര്യങ്ങൾ എക്സാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്നും എന്തൊക്കെ ചോദ്യങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ചോദിക്കാം അല്ലെങ്കിൽ എങ്ങനെയായിരിക്കാം എന്നുള്ളത്. കാരണം നിങ്ങൾ നമ്മുടെ കറണ്ട് അഫയേഴ്സ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഏകദേശം എന്താണ് ഒരു 20-22ഓളം ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ. പക്ഷെ ആ ക്ലാസ്സുകളിൽ നിന്ന് 18ഓളം ചോദ്യങ്ങളാണ് കഴിഞ്ഞ LDC ട്രിവാൻഡ്രത്തിന്
നമ്മുടെ ചോദിച്ചത്. ഓക്കെ, അപ്പോൾ എന്താണ്, ഒത്തിരി കാര്യങ്ങളൊന്നും ഞാൻ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തരുന്നില്ല മക്കളെ. നമുക്ക് എന്താണ് ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് തരുന്നുള്ളൂ. അതെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കുറേ കാര്യങ്ങൾ തന്നിട്ട് അതിൽ നിന്നെല്ലാം കൂടി നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തരുന്നതിനേക്കാൾ നല്ലത് എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് വളരെ ചുരുങ്ങിയ സമയത്തിൽ നിന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ ജോലിയിലേക്ക് എത്തിക്കുക. അത്രയാണ് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ നമ്മൾ കുറേ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇനി എനിക്ക് അടുത്തൊരു ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സംഭവം ഇല്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പെട്ടെന്നൊരു ജോലി വാങ്ങുക, നിങ്ങൾ എന്ത് ചെയ്യുക, രക്ഷപ്പെടുക, അത്രേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, കറണ്ട് അഫയേഴ്സിന് ഞാൻ ഹോട്ട് ടോപ്പിക്സ് എന്ന് പറഞ്ഞ ലെവലിൽ ഞാൻ ഏകദേശം ഒരു 500 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു 500 ക്വസ്റ്റ്യനിൽ നിന്ന് ഉറപ്പായിട്ടും ഒരു 15 മാർക്കിന് മുകളിലേക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം എന്താണ് ഓരോ ഡിസ്ട്രിക്ട് വൈസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ ഡിസ്ട്രിക്ട് വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിവാൻഡ്രം, അതേപോലെ തന്നെ ട്രിവാൻഡ്രം തുടങ്ങിയിട്ട് കാസർഗോഡ് വരെയുള്ള 14 ജില്ലകളെടുത്ത് 14 ജില്ലകളിലെ കറണ്ട് അഫയേഴ്സ് സിസ്റ്റമാറ്റിക് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 28 സ്റ്റേറ്റുകളും അതേപോലെ 8 യൂണിയൻ ടെറിട്ടറീസിലെയും ഓരോ കറണ്ട് അഫയേഴ്സും എടുത്ത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു വേണ്ട. അതിനുശേഷം പുരസ്കാരങ്ങൾ, അതേപോലെ തന്നെ എന്താണ് കേരളത്തിലെ ജനക്ഷേമ പദ്ധതികൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സാമൂഹ്യക്ഷേമ പദ്ധതികൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പഠിച്ചാണ് ഞാൻ നിങ്ങൾക്ക് ഓരോ സംഭവങ്ങളും ചെയ്ത് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അന്നൊക്കെ ഒത്തിരി ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുക, നിങ്ങളൊരു സിസ്റ്റമായിട്ട് തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. നമ്മൾ എന്തൊക്കെയാണോ പഠിച്ചത് ആ പഠിച്ചതെല്ലാം എന്ത് ചെയ്യുക, വ്യക്തമായ ഇടവേളകളിൽ എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്ത് പോകാനായിട്ട് നമുക്ക് പറ്റണം. റിവിഷൻ ആണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. നമ്മൾ കുറേ കാര്യങ്ങൾ കുറേ സ്ഥലത്തു നിന്നൊക്കെ പഠിച്ചു എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെ നമുക്ക് ഓപ്ഷൻ ഇല്ലാതെ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നോ അതാണ് യഥാർത്ഥത്തിൽ പഠനം എന്ന് പറയുന്നത്. ഞാൻ ഒത്തിരി തവണ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ക്ലാസ് യൂട്യൂബിലെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് മക്കളെ. നമ്മുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഒരു റാങ്ക് ഫയലും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുമാണ്. അന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് അത് ഏകദേശം ഒരു 5-8 മാസങ്ങൾക്ക് മുമ്പൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. LDCയുടെ റാങ്ക് ഫയലിന്റെ, അതൊരു ടാലന്റിന്റെയും ലക്ഷ്യയുടെയും റാങ്ക് ഫയൽ ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ന് നിലവിൽ വിപണിയിൽ വെച്ച ഏറ്റവും കിടിലമായിട്ടുള്ള 2 റാങ്ക് ഫയൽ എന്ന് പറയുന്നത് ലക്ഷ്യ ആൻഡ് ടാലന്റ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഫുൾ ടൈം റിവിഷൻ നിങ്ങൾ അത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ LDC ട്രിവാൻഡ്രത്ത് നിങ്ങൾ ഒരു കോഴ്സിൽ പോലും പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളൊരു കോച്ചിങ്ങിന് പോലും പോയിട്ടില്ല, ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം പോലും പഠിച്ചിട്ടില്ലാത്തൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ പോലും സിസ്റ്റമായിട്ട്, അതായത് നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക്കലി ഇപ്പം നമ്മുടെ ഈ പറയുന്ന 75 ഹോട്ട് ടോപ്പിക്സ് ഈ പറയുന്ന റാങ്ക് ഫയലിലും ബാക്കിയുള്ള നമ്മുടെ ക്ലാസ്സുകളും നോക്കി നിങ്ങൾക്ക് എപ്പോഴും അത് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നിങ്ങൾ പഠിച്ചെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ഈ 75 മാർക്ക് നിങ്ങൾക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി അവസരങ്ങളുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് കുറേ സാഹചര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വേണ്ടതൊരു ഗൈഡൻസ് മാത്രമേ ഉള്ളൂ. കാരണം നിങ്ങൾക്ക് എന്താണ് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എല്ലാവരും തന്നെ എന്താണ് ഒരു ഡിഗ്രിയോ അല്ലെങ്കിൽ ഒരു PGയോ അല്ലെങ്കിൽ എന്താണ് ഒരു BTechോ MTechോ അങ്ങനെയൊക്കെയുള്ള ഉദ്യോഗാർത്ഥികളായിരിക്കും ചിലപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് നോളജ് എല്ലാം പക്കയാണ്, എല്ലാം സെറ്റാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള ഒരു ട്രാക്ക് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് തരിക, അല്ലെങ്കിൽ ഒരു പാറ്റേൺ സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തരിക എന്ന് മാത്രമുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. കാരണം ബാക്കിയെല്ലാം നിങ്ങൾ പെർഫെക്റ്റ് ആണ്. കാരണം നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ പല ഉദ്യോഗാർത്ഥികളും നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്, സാറേ അതായത് OMR ബുക്ക്ലെറ്റിൽ എത്രയാണ് മൈനസ് മാർക്ക്, എത്ര വെച്ചാണ് നമുക്ക് കുറയ്ക്കേണ്ടത്, അതേപോലെ തന്നെ എന്താണ് നിലവിൽ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് അല്ലെങ്കിൽ അതിൻ്റെ OMR അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് ആൻസർ ഷീറ്റ് എവിടെ നിന്നാണ്, ആൻസർ കീ എവിടെ നിന്നാണ്, അതേപോലെ തന്നെ എന്താണ് സിലബസ് സാറേ എവിടെ നിന്നാണ് കിട്ടുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു ഗൈഡൻസ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ നല്ലൊരു റാങ്കിലേക്ക് എത്തും. അതേപോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ ഓരോന്നും ഓരോ ദിവസവും ചെയ്ത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെർഫെക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പക്കയായിട്ട് നിങ്ങൾ ഓരോ ദിവസവും ഞാൻ ഒരിക്കലും എന്നെ ഫോളോ ചെയ്യാനോ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനോ ഒന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല. ഒരു 5 ദിവസമെങ്കിലും നിങ്ങൾ പഠിക്കുന്ന സമയത്ത്, ബാക്കിയെല്ലാം നിങ്ങൾ പഠിക്കുന്ന കൂട്ടത്തിൽ 1 മണിക്കൂറെങ്കിലും നമ്മുടെ ഈ ഒരു ഈ ഒരു റിവിഷന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് മാറ്റി വയ്ക്കുക. നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇമ്പ്രൂവ് നിങ്ങൾ ആവേണ്ട ഡേ ബൈ ഡേ എന്നുള്ളത്. കാരണം അത്രത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ.
ഒത്തിരി കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല. പിന്നെ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നമ്മുടെ ഷോർട്സും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോന്നും എന്താണ് നമ്മൾ അതിൻ്റെ SCRT NCRT ഫാക്ടൊക്കെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ പിന്നെ എന്താണ് ആരും ഒരു ഗൗരവത്തോടു കൂടി കാണാതെ വന്നതുകൊണ്ടാണ് പിന്നെ നമ്മളിത് എന്ത് ചെയ്ത് തൽക്കാലത്തേക്ക് അത് നിർത്തിവെച്ചത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കിടിലമായിട്ട് തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളെല്ലാവരും തയ്യാറാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം. കാരണം നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു റിവിഷൻ സ്ട്രാറ്റജി നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ പറയുന്ന ഹോട്ട് ടോപ്പിക്സ് നമ്മൾ അതിൻ്റെ അകത്ത് പഠനം വരും, അതേപോലെ തന്നെ PYQ വരും, അതേപോലെ തന്നെ കോർ സബ്ജക്റ്റ് ഇംഗ്ലീഷ്, അതേപോലെ തന്നെ മലയാളം, പിന്നെ മാത്സിൻ്റെ ഞാൻ എന്ത് ചെയ്യാം ഈ പറയുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാക്സിമം കിട്ടാവുന്ന കാര്യങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഓരോ ദിവസവും ഇപ്പോൾ പെർസെൻറ്റേജ്, അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒക്കെ ക്ലാസ്സിൻ്റെ 10ഓ 15ഓ ചോദ്യങ്ങൾ വെച്ച് നമ്മുടെ എന്താണ് ടെലഗ്രാം ചാനലിലേക്ക് ഇടാം. അതേപോലെ തന്നെ എന്താണ് നിലവിൽ മാത്സിനൊക്കെ വേണ്ടിയിട്ട് ഒത്തിരി ചാനലുണ്ട്. ട്രിക് 10 എന്ന് പറയുന്ന ജെറിൻ സാറിൻ്റെ ചാനലുണ്ട്. ഗംഭീരമായിട്ട് സാർ വളരെ ഷോർട്ട് കട്ടോട് കൂടിയാണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഫോളോ ചെയ്യാം. അതേപോലെ തന്നെ ഇസുമാക്സ് ഗംഭീരമായിട്ട്, അതായത് കൺസെപ്റ്റ് ബേസ്ഡ് സാറിൻ്റെ ക്ലാസ് ആണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള എന്താണ് കുറേ ചാനലുകളൊക്കെ ഉണ്ട്. നിങ്ങൾ എല്ലാവരും ചിലപ്പോൾ ഈ ചാനലിലൊക്കെ എന്താണ് മെമ്പർഷിപ്പ് നിലവിൽ ജോയിൻ ചെയ്തേക്കുന്ന ആളുകളൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് സോഴ്സ് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് കിട്ടും. യൂട്യൂബിൽ എല്ലാം അവൈലബിൾ ആണ്. കാരണം ഏതൊരു സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ഇംഗ്ലീഷോ മലയാളമോ ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ കിടിലമായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ജീവിതത്തിൽ എവിടെയെങ്കിലും എന്താണ് ജയിച്ച് കാണിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ കൂടെയുള്ള ആളുകൾ, നമ്മുടെ ഇഷ്ടപ്പെട്ട ആളുകൾ, അവർക്കൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആയിരിക്കും 2025 LDC എന്ന് പറയുന്നത്. പല ഉദ്യോഗാർത്ഥികളും ചിലവർ എന്താണ് അവരുടെ അച്ഛനായിരിക്കും അവരെ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ അമ്മയായിരിക്കും, അല്ലെങ്കിൽ വീട്ടിലെന്താണ് ഹസ്ബൻഡ്, അല്ലെങ്കിൽ അവരൊക്കെ ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത് കോച്ചിങ് സെൻറ്ററിലേക്കാണെങ്കിലും അതേപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ആണെങ്കിലും അതിനുള്ള സൗകര്യങ്ങളും കാശും ഒക്കെ തരുന്നത്. അപ്പോൾ അവർക്കൊക്കെ നമുക്ക് ഈ പറയുന്ന 2025 കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ആയിരിക്കും എന്ന് പറയുന്നത് ഈ പറയുന്ന LDC റാങ്ക് ലിസ്റ്റ് ആദ്യത്തെ 100 റാങ്കിൽ നിങ്ങൾ വന്ന് ജോലിക്ക് കയറുന്നത്. നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ, നിങ്ങളുടെ അച്ഛനാണെങ്കിലും അതേപോലെ തന്നെ നിങ്ങളുടെ ഭർത്താവ്, അതേപോലെ തന്നെ എന്താണ് നിങ്ങളുടെ മക്കൾ, അവർക്കൊക്കെ നിങ്ങളെക്കുറിച്ച് ഒരു ദിവസമെങ്കിലും അഭിമാനത്തോടു കൂടി പറയാൻ പറ്റണമെന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും സ്വപ്നം കണ്ടിട്ടില്ലേ? അതേപോലെ തന്നെ അവർ നിങ്ങൾക്ക് വേണ്ടി എത്രയോ കഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടി എന്തോരം പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു എന്താണ് ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നതാണ് ഈ പറയുന്ന LDC എന്ന് പറയുന്നത്. നിങ്ങൾ എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നോ ഇനിയുള്ള ദിവസങ്ങൾ, ഇനിയിപ്പോൾ നമ്മുടെ ഇടുക്കി അതേപോലെ തന്നെ എറണാകുളം ഉള്ള ദിവസങ്ങളിലൊക്കെ ഏകദേശം 64ഓളം ദിവസങ്ങളാണ് ഇനിയുള്ളത്. ഈ 64 അല്ലെങ്കിൽ 60ഓളം ദിവസങ്ങൾ നിങ്ങൾ എങ്ങനെയാണോ അതിലേക്ക് നിങ്ങൾ ഇറങ്ങി പഠിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണോ നിങ്ങൾ അതിനെ അപ്രോച്ച് ചെയ്യുന്നത്, അതിൻ്റെ എന്താണ് റിസൾട്ടാണ് ഈ 2025 LDC എന്നുള്ളത്. അപ്പോൾ സ്വപ്നം കാണുക. ആ സ്വപ്നം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നതായിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എല്ലാം ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ താഴെ കമൻറ്റ് ബോക്സ് കണ്ടതിന് ശേഷം നമുക്ക് ഉറപ്പായിട്ടും അങ്ങനെയാണെങ്കിൽ ഏറ്റവും അടുത്ത ദിവസം തിങ്കളാഴ്ച തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളെല്ലാവരും അത് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ എന്താണ് നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇഷ്ടമാവുക എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ കമൻറ്റ് ബോക്സിൽ ഇടാം. നിങ്ങളുടെ അഭിപ്രായം അത് എന്ത് തന്നെയാണെങ്കിലും താഴെ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഇടുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്താണോ റെസ്പോണ്ട് ചെയ്യുന്നത് അതനുസരിച്ചാണ് നമുക്ക് മുന്നോട്ടേക്കുള്ള ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഈ പറയുന്ന 75 ഹോട്ട് ടോപ്പിക്സിനും BYQ സീരീസിലൊക്കെ നിങ്ങൾ തന്ന സ്നേഹവും സപ്പോർട്ടും എല്ലാം തുടർന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ് നമ്മൾ റാപ്പിഡ് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി എനിക്ക് അറിയണം. അപ്പോൾ അതിനുവേണ്ടി താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് ഇങ്ങനെ ഒരു റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അത് എങ്ങനെ ഉണ്ടാകും എന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നന്ദി. സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ. താങ്ക് യു.